നമസ്കാരം, IPL ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ചെന്നൈ നൈസായി തോറ്റു. മോശം എന്ത് പറയാനാ. ലക്ഷക്കണക്കിന് ആരാധകർ പ്രാർത്ഥിച്ചിട്ടൊന്നൊരു കാര്യമില്ല. കളിക്കണോടോ, കളിക്കാണ്ട് എങ്ങനെ ജയിക്കും? ഋതുവാദിൻ്റെ കളി ഇന്നത്തെ. ഇത്രയും ടാലൻ്റുള്ള ബാറ്റ്സ്മാരുണ്ടായിട്ടും ഒന്ന് അടിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 220 സ്കോറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും പിടിക്കായിരുന്നു. അതും സ്വന്തം ഹോം ഗ്രൗണ്ട് ചെപ്പോക്കിൽ ചെന്നൈ സെക്കൻഡ് ബാറ്റിംഗ് ചേസ് ചെയ്തിട്ട് ഹൈദരാബാദ് ജയിച്ചു. കാരണം ജയത്തോടു കൂടി പോയത് ചെന്നൈയുടെ ആരാധകരുടെ മനസ്സിൽ എന്തൊരു വിങ്ങലാന്നറിയോ. ഞാനൊക്കെ ഇന്ന് ജോലി നഷ്ടപ്പെട്ട് കളി കണ്ടത് വെറുതെയായി. ഇനി എന്താ എന്ന ചോദ്യത്തിനൊരു ഉത്തരം ഇല്ല. കാരണം മറ്റുള്ള ടീം ഇവർക്ക് വൈമാറിക്കൊടുത്ത് പഞ്ചാബും രാജസ്ഥാനൊക്കെ ഇന്നലെ തോറ്റ് ചെന്നൈക്ക് പിന്നെ ഒരു മുതൽക്കൂട്ട് കൊടുത്തതാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഒരു കാര്യമില്ല. അവസരം മുതലാക്കാൻ ആർക്കും പറ്റിയില്ല. കാരണം അവസരത്തിനൊത്ത് കളിക്കാൻ ചെന്നൈ ബാറ്റ്സ്മാൻമാർ തുനിഞ്ഞില്ല എന്ന് പറയാം ഇന്നത്തെ മത്സരം. എന്നാലും മത്സരത്തിനൊന്ന് ഗൗരവമായിട്ട് കണ്ടുകൂടോ നിങ്ങൾക്കൊക്കെ? എത്ര ആൾക്കാർ ചെന്നൈൻ്റെ കളി കണ്ടിട്ട് രക്ഷയില്ല. ഇനിയുള്ള രക്ഷ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ള ടീമിനെ ആശ്രയിച്ചിട്ടായിരിക്കും. പഞ്ചാബ് അവസാന മത്സരം നാളെ നടക്കുന്നു, അവർ തോക്കണം. രാജസ്ഥാൻ്റെ 2 മത്സരം ബാക്കിയുണ്ട്, അവർ 2 മത്സരത്തിൽ തോക്കണം. എന്നാലും ചെന്നൈ ജയിക്കണ്ടേ? ഇതേ കളിയാണെങ്കിൽ എവിടെ ജയിക്കാനാണ്? അപ്പം ഒരു പ്രതീക്ഷയില്ല. എന്നാലും മുങ്ങിത്താൻ പോകുന്നതിന് വൈക്കോൽ തുരുമ്പും രക്ഷയാ എന്ന് പറയുന്നത് പോലെ ഒരു ചാൻസ് എവിടെയോ കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ആ ഒരു ചാൻസിന് വേണ്ടി ഞാനും കട്ട വെയിറ്റിംഗാണ്. നമുക്ക് നോക്കാം കളി എന്താവും എന്നല്ല. ഇനി അടുത്ത വീഡിയോ ജയിച്ചിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു ഉറപ്പും ഞാൻ പറയുന്നില്ല.